Hello guys, I am Sandeep Shadow and welcome to my channel. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തു. എങ്ങനത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഫോട്ടോ എഡിറ്റിങ്ങും ഫോട്ടോ എങ്ങനെ നന്നായിട്ട് എഡിറ്റ് ചെയ്യുക അങ്ങനെ. അപ്പോൾ പിന്നെ ആൽബം ഡിസൈനിങ്ങിൻ്റെ 2-3 ക്ലാസ് നമ്മൾ ചെയ്തു. അപ്പോൾ കുറേ ആൾ പറഞ്ഞു കുറേ കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫി അറിയാമല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ഫോട്ടോഗ്രാഫിയുടെ വീഡിയോ ചെയ്യാമോ എന്ന് എനിക്ക് അവർ വാട്സപ്പിൽ കമൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോഡൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ്. ഒരു മോഡൽ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട ബേസിക് സെറ്റപ്പ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മോഡൽ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മേഖലയാണ് ക്യാമറ. അപ്പോൾ ക്യാമറ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ ഫ്രെയിം ക്യാമറ ആയിരിക്കണം. നമ്മൾ മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ താല്പര്യമുള്ളവരും അതിലേക്ക് സ്കിപ്പ് ചെയ്യാൻ നിൽക്കുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാമറയാണ്. ഒരു ഫുൾ ഫ്രെയിം ക്യാമറ മസ്റ്റാണ് മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ. അതേപോലെ തന്നെ ലെൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലെൻസസ് കൂടുതലും ആൾക്കാർ മോഡൽ ഫോട്ടോഗ്രാഫിക്ക് ലെൻസസ് യൂസ് ചെയ്യുന്നത് 70-100 പോലെ ടെലിസൂം ലെൻസസുകളാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ 70-100 കൂടുതൽ നമുക്ക് ബ്ലോക്ക് ലെൻസസ് യൂസ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ ആയിരിക്കും ബ്ലോക്ക് ലെൻസസിൽ കിട്ടുന്നത്. കൂടുതൽ 50mm 85mm അതേപോലെ ലെൻസസ് ഉപയോഗിച്ച് നിങ്ങൾ പിക്ചർ എടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. 70-100 കിട്ടുന്നില്ല എന്നല്ല, 70-100 ആകുമ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്, ആ ലെൻസ് ഒരു സോഫ്റ്റ്നെസ് നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോഡൽ ഫോട്ടോഷൂട്ട് ആരും വെഡ്ഡിങ് ആൽബം പോലെ ചെയ്യുന്ന അതേപോലെ ആൽബത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഫ്ലക്സ്, സൈൻ ബോർഡ്സ് അതേപോലെ ലാർജ് സ്കെയിൽ പ്രിൻറ്റിങ്ങിന് കൊടുക്കുന്നതാണ് മോഡൽ ഫോട്ടോസും ഫാഷൻ ഫോട്ടോസും. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും ക്ലാരിറ്റി ഉള്ള പടം നമുക്ക് കിട്ടണമെങ്കിൽ കൂടുതൽ ബ്ലോക്ക് ലെൻസസ് 1.2, 1.4, 1.8 സീരീസിലുള്ള ബ്ലോക്ക് ലെൻസസ് ഏത് കമ്പനിയാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ വെഡ്ഡിങ് ആൽബത്തിൽ നമ്മൾ 12x24 അല്ലെങ്കിൽ 15-24 സൈസേ നമ്മൾ കറക്ഷൻ ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കറക്ഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് സൈൻ ബോർഡ്സിൽ മോഡൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന ഫോട്ടോസ് അല്ല, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ക്ലയൻറ്റ്സ് ചിലപ്പോൾ സൈൻ ബോർഡ്സിലേക്കും ലാർജ് ഫോർമാറ്റ് പ്രിൻറ്റിങ്ങിലേക്കും അവർ കൊടുക്കുന്ന സമയത്ത് അതിൽ ഗ്രെയിൻസോ നോയ്സോ പിക്സൽസോ വരാത്ത രീതിയിലുള്ള ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് റൂം പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ അതേപോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ലുമിനാർ 4 ഇപ്പോൾ ക്യാമറ പുതിയൊരു വെർഷൻ വന്നിട്ടുണ്ട്, അതിലെല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ മോഡൽ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന മോഡലിൻ്റെ മേക്കപ്പും അതേപോലെ തന്നെ ഔട്ട്ഫിറ്റും ആണ്. നല്ല രീതിയിലുള്ള കളർ കോമ്പിനേഷനും നല്ല രീതിയിൽ ഔട്ട്ഫിറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പും അതേ രീതിയിൽ അവർ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. മോഡൽ ഫോട്ടോഗ്രാഫിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മളെ ഫോട്ടോഗ്രാഫറെ സഹായിക്കാൻ പറ്റുന്ന ഒരു ഘടകം. അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് കറക്റ്റായ രീതിയിലുള്ള മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫോട്ടോഗ്രാഫേഴ്സിന് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പണി കുറയും. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് നമുക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാം. ഏത് രീതിക്കാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്, ഫോട്ടോഷൂട്ടിൻ്റെ തീം എങ്ങനെയാണ്, അപ്പോൾ ഈ കളർ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ ആ കളറിനോട് മാച്ച് ചെയ്യുന്ന മേക്കപ്പ് ടോണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ആ രീതിയിലുള്ള സജഷൻസ് നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റിന് കൊടുക്കാൻ പറ്റണം. മോഡൽ ഫോട്ടോഗ്രാഫി പുതിയതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നെങ്കിൽ പ്രൊഫഷണൽ മോഡൽസിന് ഒരുമിച്ച് തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്ന് പോകാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ അല്ലാത്ത ഒരു ആളെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പണിയും കൂടി കൂടുതൽ ഹെഡ് വെയിറ്റ് ആവും. അതായത് പോസിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഹെഡ് വെയിറ്റ് വരും. ആ ഹെഡ് വെയിറ്റ് കുറക്കാനാണ് ഒരു പ്രൊഫഷണൽ മോഡൽസിനെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് മോഡലിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് പോസിങ്ങിൻ്റെ കാര്യത്തിലോ മേക്കപ്പിൻ്റെ കാര്യത്തിലോ കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പോസിങ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്നത് പുതിയതായിട്ട് ഫോട്ടോഗ്രാഫി അതായത് മോഡൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സിനാണ്. നോർമലി ഞാനിപ്പോൾ ഒരു മോഡൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരോട് ചോദിക്കുന്ന കാര്യം മോഡൽ പ്രൊഫഷണലാണോ അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റും പ്രൊഫഷണലാണോ എന്നുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മോഡൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത്.
കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് ഒന്നും ശരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷൂട്ടിന് ടൈമിൽ കൂടുതലായിട്ട് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വന്നു. പക്ഷേ മേക്കപ്പിൻ്റെ ചെറിയൊരു അപാകത കാരണം ആ ഫോട്ടോസ് മൊത്തം കളയേണ്ട ഒരു സിറ്റുവേഷൻ വന്ന കുറേ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനാണ് നമ്മൾ പെർഫെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ ഏൽപ്പിക്കുക. അതേപോലെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നീറ്റായിട്ട് എല്ലാ പ്രോസസ്സും, അതായത് PHP പോലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഹൈ ആൻഡ് റീടച്ചിങ്ങും ഡീറ്റെയിലിങ്ങും എടുക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെടുക്കുന്ന ഫോട്ടോസ് അവർ ഉപയോഗിക്കുന്നത് സൈൻ ബോർഡും ഫ്ലക്സും അതുപോലുള്ള ഹൈ റെസൊല്യൂഷൻ പ്രിൻ്റ്, അതായത് ഹൈ ഫ്രെയിം സൈസ് പ്രിൻ്റ് എടുക്കുന്നതിനാണ് നമ്മളെടുക്കുന്ന ഫോട്ടോസ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിക്കുള്ള ഔട്ട്പുട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഈ മോഡലിംഗ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അടുത്തതായിട്ടുള്ളൊരു പ്രധാന ഘടകം എന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആണ്. മോഡൽ ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിംഗ് നമ്മൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ കൊടുക്കുന്ന ലൈറ്റിംഗ് അല്ല, വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് വേണം നമ്മൾ മോഡൽ ഫോട്ടോഗ്രാഫിയിൽ കൊടുക്കാൻ. ഇപ്പോൾ ഇൻഡോർ പർപ്പസ് ആണ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡോറിൽ കുറച്ച് ക്രിയേറ്റീവ് ലൈറ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ക്രിയേറ്റീവ് ലൈറ്റിങ്ങിലാണ് മോഡൽ ഫോട്ടോസിൻ്റെ വെറൈറ്റി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഔട്ട്ഡോറിൽ ക്രിയേറ്റീവായിട്ട് കുറേ ലൈറ്റ് നമുക്ക് കൊടുക്കാൻ ഡേ ടൈമിലാവില്ല, നൈറ്റ് ടൈം, ഈവനിങ് ടൈം, മോർണിംഗ് ടൈം ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തിനനുസരിച്ചിട്ടുള്ള ആ മൂഡിനനുസരിച്ചുള്ള ആംബിയൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അതേപോലെ ഇൻഡോർ ഷൂട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡോറിലും അതേപോലെ നല്ലൊരു ആംബിയൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പല ടൈപ്പുള്ള കിക്ക് ലൈറ്റ്, അതേപോലെ തന്നെ ഷവർ ലൈറ്റ്, അങ്ങനെ പല രീതികളും കുറേ പ്രസിദ്ധരായ മോഡൽ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പ്രൊഫൈൽ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എങ്ങനെയാണ് എടുത്തതും അതിൽ കൊടുത്ത കീ ലൈറ്റ് ഏതാ, മെയിൻ ലൈറ്റ് ഏതാ, ഫിൽ ലൈറ്റ് ഏതാന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരുന്നുണ്ട്. അത് നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ സ്റ്റുഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. ആ ട്രൈ ചെയ്ത ശേഷം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. മോഡലിംഗ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലൈറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ ലൈറ്റിങ്ങിൽ നമ്മൾ നോർമലി കൊടുക്കുന്ന ലൈറ്റിനെക്കാട്ടും ഒരു 3-4 ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിലാണ് അതിനൊരു മികവ് വരുന്നത്. അതായത് ഇപ്പോൾ നോർമൽ ലൈറ്റും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോഗ്രാഫി ചെയ്യാൻ. പക്ഷെ അത് ഇൻഡോറിലാണ് ചെയ്തത്. ഇൻഡോറിൽ ചെയ്യുന്ന സമയത്ത് ആ രീതിയിലുള്ളൊരു ആംബിയൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ മോഡൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പിക്ചർ കുറച്ചും കൂടി മികവ് കൂടും. ഔട്ട്ഡോർ ലൈറ്റിലാണ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടില്ല. അതായത് ഓപ്പോസിറ്റ് ലൈറ്റ് ഏതാ, ഷെയ്ഡ് ലൈറ്റ് ആണെന്നൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഷൂട്ട്, അതായത് മോഡൽ ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഇൻഡോർസാണ്. കാരണം വെച്ചാൽ ഇൻഡോർസിൽ അവർക്ക് ഒരു മെത്തേഡ് ഉണ്ടാവും. ആ ലൈറ്റ് വെച്ചിട്ട് തന്നെ ആ ലൈറ്റിൻ്റെ മെത്തേഡ് വെച്ചിട്ട് തന്നെ ആയിരിക്കും അവർ ഫോട്ടോഷൂട്ട് ഇൻഡോറിൽ ചെയ്യുന്നത്. അതിന് പിന്നെ വേറെ ഇതിലേക്ക് ഇത് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഔട്ട്ഡോറിനെക്കാട്ടും കൂടുതൽ ഇൻഡോറിൽ കുറച്ച് ക്രിയേറ്റിവിറ്റി ലൈറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആ പിക്ചറിന് കുറച്ചും കൂടി ഒരു സ്റ്റോറി ടെല്ലിങ് പിക്ചർ ആയിട്ട് ആ ഷൂട്ട് മാറും. പിന്നെ വേറൊരു കാര്യം, കളറിൻ്റെ കാര്യത്തിൽ കളർ കോമ്പിനേഷനാണ് ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് പോകുന്നവരാണെങ്കിൽ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷനും അതേപോലെ മേക്കപ്പിൻ്റെ കളർ കോമ്പിനേഷൻ, ഹെയർ സ്റ്റൈല്, ആ കോമ്പിനേഷനെല്ലാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. അത് പഠിക്കാൻ കൂടുതലൊന്നും പോകണമെന്നില്ല, കുറേ ഫാഷൻ മാഗസീൻസൊക്കെ കുറേ വരും. ഇപ്പോൾ ലാക്മി, അതേപോലെ തന്നെ ഫാഷൻ ടുഡേ, അങ്ങനത്തെ കുറേ ഫാഷൻ മാഗസീൻ വരും. അപ്പോൾ അങ്ങനത്തെ ഫാഷൻ മാഗസീൻ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മോഡൽസ് ചൂസ് ചെയ്യുന്ന, ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പരസ്യമാണെങ്കിൽ ആ ലിപ്സ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരെ ഓർണമെൻറ്റ്സും അവരുടെ ഡ്രസ്സും അവരുടെ ബാഗും ഔട്ട്ഫിറ്റെല്ലാം ആ ലിപ്സ്റ്റിക്കിൻ്റെ കളറും ആ ബ്രാൻഡ് നെയിമും ബേസ് ചെയ്ത കളറായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കളർ കോമ്പിനേഷൻ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഒരു മോഡൽ ഫോട്ടോഗ്രാഫറോ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറോ ആവാമെന്നല്ല ഞാൻ പറയുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, അതിന് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പല പിക്ചറിൽ ചിലപ്പോൾ ഒരു പിക്ചറായിരിക്കും വൈറലാവുക. അപ്പോൾ ആ രീതിക്കുള്ള നല്ല ഹാർഡ് വർക്കും ലൈറ്റിനെ കുറിച്ചുള്ള നല്ലൊരു ധാരണയും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരു ഫാഷൻ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ മോഡൽ ഫോട്ടോഗ്രാഫർ ആവാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ അത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.